അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളി ഒരു അച്ചാറാണ് കേട്ടോ. അപ്പോൾ അത് നല്ല ടേസ്റ്റും ഉണ്ട്. പിന്നെ നമുക്ക് എങ്ങനെയാണ് കേടുവരാതെ അച്ചാർ സൂക്ഷിക്കാമെന്നും ഞാനിതിൽ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീടിൻ്റെ മുറ്റത്ത് ഒരു മാവുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു 5 മാങ്ങയാണ് പറിച്ചെടുക്കുന്നത്. ഇത് ആപ്പിൾ മാങ്ങ, റുമാനിയ എന്നൊക്കെ പറയുന്ന ഒരു മാങ്ങയാണ്, മൂവാണ്ടനല്ല കേട്ടോ. അപ്പോൾ 5 എണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നല്ലോണം കഴുകി വെള്ളമൊക്കെ വാർന്ന് തുടച്ചിട്ട് ഒരു 10 മിനിറ്റ് ഞാൻ വെയിലത്ത് വെച്ചിട്ടുണ്ട്. അത്ര സമയം എനിക്ക് വെയിലത്ത് വെക്കാൻ ടൈം കിട്ടിയിട്ടുള്ളൂ. എന്നിട്ട് അതൊരു മീഡിയം സൈസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്താണ്. നല്ല വലുതുമല്ല, നല്ല കുഞ്ഞു കുഞ്ഞു പീസുകളും അല്ല, അണ്ടിയോട് കൂടിയിട്ട് കട്ട് ചെയ്തെടുത്താണ്. അതിൻ്റെ പരിപ്പ് മാറ്റിയിട്ട് അണ്ടിയോട് കൂടിയിട്ട് എന്താ പറയുക, നമ്മൾ മരക്കഷ്ണത്തിൽ വെച്ചിട്ട് ഇങ്ങനെ വലിയ എന്താ പറയുക കത്തി കൊണ്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അല്ലാതെ കത്തി കൊണ്ട് ഇങ്ങനെ അണ്ടിയിൽ നിന്ന് മുറിച്ചെടുത്തിട്ടല്ല കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവർക്ക് പെട്ടെന്ന് അച്ചാർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസത്തെ ഗ്യാപ്പേ ഉണ്ടായിരുന്നുള്ളൂ. 2 ദിവസമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അച്ചാർ, ശരിക്കും മാങ്ങച്ചാർ ഇടാൻ ഒരു 2-3 ദിവസം വേണം എന്നെങ്കിലുള്ളൂ അച്ചാർ നമുക്ക് തെളിഞ്ഞ് വരിക. എണ്ണ തെളിഞ്ഞ് വന്നിട്ടാണ് നമുക്ക് ബോട്ടിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3 ടേബിൾ സ്പൂണ് കടുകാണ് എടുത്തിട്ടുള്ളത്. 3 ടേബിൾ സ്പൂൺ കേട്ടോ. അപ്പോൾ അത് നിറച്ചെടുത്തിട്ടുണ്ട്. അത് പാന് ചൂടായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. കടുക് നല്ലോണം പൊട്ടണ്ട, ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ നല്ല ചൂടായിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടി വരുന്ന സമയത്ത് ഒന്ന് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ഓഫാക്കുക. ഫുള്ള് പൊട്ടി വരണ്ട. കടുക് നല്ലോണം പൊട്ടിയാൽ വേറൊരു കയ്പ്പ് ടേസ്റ്റ് വരും. അങ്ങനെ ഓഫാക്കിയിട്ട് പിന്നെ നമ്മൾ ഉലുവി അതുപോലെ തന്നെ ഓഫാക്കി ഞാൻ കടുക് മാറ്റി. പിന്നെ അതിൻ്റെ ശേഷം ഞാൻ 2 ടേബിൾ സ്പൂൺ ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഇതേപോലെ തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കുക. എന്താ പറയുക, ഒരു ഗോൾഡൻ കളറൊക്കെ ആയി വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് സ്റ്റവ് ഓഫാക്കിയിട്ട് അത് മാറ്റാം. പിന്നെ ഇവർക്ക് പെട്ടെന്ന് വേണം, എന്താ പറയുക, പിറ്റേന്നാണ് മോന് പോണത് എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തയ്യാറാക്കുന്ന അച്ചാറാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ വിനീഗർ ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 200 ml നല്ലെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഒരു 5 ഗ്രാം കായം ചൂടാക്കി എടുക്കുന്നുണ്ട്. കറക്റ്റ് അളവാണ് ഞാൻ ഇതിൽ പറയുന്നത് കേട്ടോ. ഇതേപോലെ ഫോളോ ചെയ്താൽ മതി. നല്ല ടേസ്റ്റുള്ള അച്ചാർ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഒരു പീസ് കായം അല്ലെങ്കിൽ ഒരു 5 ഗ്രാം കായമാണ് ഞാൻ എടുക്കുന്നത്. അത് ഈ എണ്ണയിലിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. കായം ഒന്ന് ചൂടാക്കി നല്ലോണം എടുത്ത് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ പിന്നെ ഉലുവയും കടുകും ഈ കായം കൂടി കൂട്ടി നല്ല തരിതരേനെ പൊടിച്ചെടുക്കുന്നത്. വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ബിഗ് താങ്ക്സ് കേട്ടോ എല്ലാവർക്കും. വീഡിയോ മോണിറ്റൈസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ബിഗ് താങ്ക്സ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എണ്ണ ചൂടായിട്ട് നമ്മൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 2 വറ്റൽമുളകും. ഇത് പൊട്ടിൻ്റെ ശേഷമാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ വിനീഗർ ചേർക്കാത്ത നോർത്ത് ഇന്ത്യൻ അച്ചാർ ഞാൻ അധികം താമസിയാതെ ഇതിൽ തന്നെ പോസ്റ്റ് ചെയ്യുക. നല്ല ടേസ്റ്റുള്ള അച്ചാറാണ്, വർഷങ്ങളോളം കേടുകൂടാതിരിക്കൂട്ടോ അച്ചാർ. അപ്പോൾ അത് ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്യുക ഇന്നത്തെ വീഡിയോ കേട്ടോ. കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്താണ് പിന്നെ ഉലുവ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ബോട്ടിൽ നമ്മൾ നല്ലോണം വെയിലത്ത് വെച്ച് ചൂടാക്കിയിട്ട ശേഷമാണ് നമ്മൾ അച്ചാർ ബോട്ടിലേക്ക് ആക്കേണ്ടത്. പിന്നെ ഒട്ടും വെള്ളമയം പാടില്ല. പിന്നെ അച്ചാറിൻ്റെ മുകളിൽ എപ്പോഴും എണ്ണ തെളിഞ്ഞ് നിൽക്കണം. അപ്പോഴാണ് അച്ചാറിന് പൂപ്പലൊന്നും വരാതിരിക്കുക. പിന്നെ നമ്മൾ ഒരു സ്പൂൺ കൊണ്ട് എടുത്തിട്ട് അതേ സ്പൂൺ കൊണ്ട് തന്നെ വീണ്ടും എടുക്കരുത്. അച്ചാർ എപ്പോഴും വേറൊരു ബൗളിലേക്ക് എടുത്തിട്ട് അച്ചാർ നമ്മൾ നല്ല എയർ ടൈറ്റായിട്ട് മൂടി വെച്ചിട്ട് സൂക്ഷിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ അച്ചാറിൽ പൂപ്പൽ വരും. പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് നമ്മൾ അച്ചാർ കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുക. അതല്ലെങ്കിൽ എന്ത് അച്ചാറാണെങ്കിലും പെട്ടെന്ന് കേടാവും കേട്ടോ. അപ്പോൾ കടുക് പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് ഉലുവയും പിന്നെ വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. അത് പൊട്ടീൻ്റെ ശേഷം ഞാനൊരു 100 ഗ്രാം വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. നമുക്കൊരു 75 to 100 ഗ്രാം വരെ എടുക്കാം. വെളുത്തുള്ളി നല്ല ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ 100 ഗ്രാം തന്നെ എടുക്കുക. ഞാനൊരു 3 പോണ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുണ്ടാവും. 3 എന്താ പറയുക, അതിൻ്റെ ആ ഉണ്ടല്ല, അത്ര പോന്ന 3 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഒരു 100 ഗ്രാം ഉണ്ടാവും നല്ല വെളുത്തുള്ളിയാണെങ്കിൽ. അതാണ്. പിന്നെ ഞാനത് തൊലിച്ചെടുത്തിട്ടുണ്ട്. കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു കേട്ടോ. പൊട്ടി വന്നതിൻ്റെ ശേഷം എന്നിട്ട് ഞാനൊരു 100 ഗ്രാം വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നല്ല വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് അതൊന്ന് നടുകെ കട്ട് ചെയ്തിട്ടാണ് എണ്ണയിലിട്ട് കൊടുക്കുന്നത്. ആ എണ്ണയിൽ തന്നെ ഒന്ന് ഇട്ട് കൊടുക്കണം. കാരണം പെട്ടെന്നായതുകൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വെളുത്തുള്ളി അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത്. അത് ഞാൻ ഇന്നത്തെ അച്ചാറിൽ ഞാൻ കാണിച്ചു തരണ്ടേ. അങ്ങനെ വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തതിൻ്റെ ശേഷം നമ്മൾ കടുകും ഉലുവയും കായം കൂടി പൊടിച്ചതും പിന്നെ ഇട്ടുകൊടുത്ത് എണ്ണയിലേക്ക് ഗ്യാസ് സ്റ്റവ് ഓഫാക്കിട്ടോ, ഫ്ലെയിം ഓഫാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. 4 ടീസ്പൂൺ മുളക് പൊടിയും 4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇതും കൂടി ഇട്ടിട്ട് ഒന്ന് നല്ലോണം വഴറ്റിയെടുത്തതിൻ്റെ ശേഷം ഞാനൊരു 4 ടേബിൾ സ്പൂണ്
വിനീഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ നല്ലോണം മിക്സാക്കിയതിന് ശേഷം ഗ്യാസ് സ്റ്റവ് വീണ്ടും ഓണാക്കിയിട്ട് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് എപ്പോഴും മുന്തി നിൽക്കണം. നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ അറിയാം, നല്ലോണം മുന്തി നിൽക്കണം. എന്നിട്ട് നല്ലോണം ഇളക്കി മിക്സാക്കിയിട്ട് ഗ്യാസ് സ്റ്റവ് ഓഫാക്കിയിട്ട് ഞാനിത് ചൂടാറാൻ വരെ വെയിറ്റ് ചെയ്തു. നല്ലോണം ചൂടാറാൻ 1/2-3 മണിക്കൂർ വരെ വെയിറ്റ് ചെയ്തിട്ടാണ് പിന്നെ ഞാൻ മാങ്ങ കട്ട് ചെയ്തതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലോണം മിക്സാക്കിയിട്ട് നമുക്ക് മൂടി വെക്കാം. ഇങ്ങനെ മൂടി വെച്ച് 2 ദിവസം വരെ ഇരുന്നാൽ നമുക്ക് ഇതിലെ എണ്ണ തെളിഞ്ഞ് വരും. ആ ഉപ്പിൻ്റെ വെള്ളവും എണ്ണയും ആ വിനീഗറും ഒക്കെ കൂടി തെളിഞ്ഞ് വരും. വിനീഗർ ഒഴിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ എണ്ണ തെളിഞ്ഞ് വരും. ഇല്ലയെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി ചൂടാക്കിയിട്ട്. അപ്പോൾ ഞാനിത് പിറ്റേന്ന് തന്നെ ബോട്ടിലാക്കേണ്ട കാരണത്താൽ പെട്ടെന്ന് ഇളക്കി ഇതേപോലെ ആയിട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് എണ്ണയും കൂടി ഞാനൊന്ന് ചൂടാക്കിയിട്ട് ചൂടാറിൻ്റെ ശേഷമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് ഞാൻ പിന്നെ അത് ബോട്ടിലാക്കിയിട്ട് ഞാൻ പിറ്റേന്ന് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബീഫ് അച്ചാറും ഉണ്ട് കേട്ടോ അവിടെ. അതൊക്കെ നമ്മൾ സെയിൽ ചെയ്യണതാണ്. ഇത് ബീഫാണ് അച്ചാർ. അപ്പോൾ അവർക്ക് ഫിഷും മാംഗോ ആണ് വേണമെന്ന് പറഞ്ഞിട്ടായിരുന്നത്. അപ്പോൾ അത് 2 കിലോ, രണ്ടും 1 kg ആയിരുന്നു. അപ്പോൾ അത് അവർക്ക് കൊടുത്തു. അപ്പോൾ എത്രക്കുള്ളൂ കേട്ടോ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.